നമസ്കാരം. ജനാധിപത്യത്തിൽ ആൾക്കൂട്ട രാഷ്ട്രീയം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇത് ഒരു പുതിയ സംഭവവികാസമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കാലത്തും ആൾക്കൂട്ടങ്ങളെ അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഇന്നത്തെ കാലവും മുൻകാലവുമായിട്ടുള്ള വ്യത്യാസം, ഈ ആക്രമണങ്ങൾ കുറേയും കൂടി വ്യക്തിപരമാകുന്നു. പണ്ട് പൊതുവേദിയിൽ വച്ച് ആക്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആക്രമം വീടുകളിലേക്കും ബാധിച്ചിരിക്കുന്നു. ഇത് ശരിക്ക് ഒരാവർത്തനമാണ്. 1940കളിൽ ഹിറ്റ്ലർ നാസികൾ ഭരണത്തിൽ വന്നപ്പോൾ സ്റ്റോം ട്രൂപ്പേഴ്സ്, ഹിറ്റ്ലറുടെ പരിവാർ, നാസി പരിവാർ വീടാന്തരം കയറി ജൂതന്മാരെ ആക്രമിച്ചതിന് തത്തുല്യമായിട്ട് ഇന്ന് ശബരിമലയിൽ ഏതെങ്കിലും യുവതി പ്രവേശിക്കുകയാണെങ്കിൽ അതേ തത്സമയം ആ യുവതിയുടെ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പ്രതിദ്വന്ദ്വിയുടെയോ വിശ്വാസ പ്രതിദ്വന്ദ്വിയുടെയോ വീടാക്രമിക്കുക എന്നുള്ള ഒരു പുതിയ, ഒട്ടും ആശാസ്യമല്ലാത്ത ഒരു നടപടി തുടർന്നിരിക്കുകയാണ്. ഇതിൽ രണ്ട് വശമുണ്ട്. ഇത് ഉത്തരേന്ത്യ പോലെ സംസ്ഥാനങ്ങളിൽ തികച്ചും ഏകപക്ഷീയമായിരിക്കും. പക്ഷെ കേരളത്തിൽ ഇതിന് മറുപടി കൊടുക്കാൻ തക്ക ആക്രമണ സ്വഭാവമുള്ള ഇതര പാർട്ടികളുമുണ്ട്. അപ്പം പൊതുവെ ജനാധിപത്യം വളരെ കലുഷിതമായിരിക്കുന്ന ഒരു കാലമാണെന്നാണ് എൻ്റെ തോന്നൽ. നേരിട്ട് തന്നെ ഒരു ആൾക്കൂട്ട വിചാരണയ്ക്കോ ആക്രമണത്തിനോ തന്നെ മുമ്പ് വിധേയമായിട്ടുണ്ട് സക്കറിയ. ഈ കാര്യത്തിൽ സക്കറിയയുടെ അഭിപ്രായം നമുക്ക് അടുത്തതായി താല്പര്യപൂർവ്വം കേൾക്കാം. ഞാൻ നിർഭാഗ്യവശാൽ ഈ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയനായത് ഞാനടക്കം ഉള്ള ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുപക്ഷെ ധാരാളം പേരും വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ആക്രമണത്തിനാണ് ഞാൻ വിധേയനാകേണ്ടി വന്നത്. ചെറിയ ആക്രമണമായിരുന്നു, വലിയ നമുക്കൊരു രക്തസാക്ഷിത്വത്തിനൊന്നും അവകാശപ്പെടാനുള്ള ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും അപ്പോൾ ഞാനന്നതിനെ വ്യവഹരിച്ചത് ചില പോഴന്മാരുടെ, ചില ബുദ്ധിശൂന്യന്മാരുടെ ആക്രമണം എന്നാണ് ഞാനന്നതിനെ വിളിച്ചത്. ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, നമുക്ക് ജീവനിൽ പേടിയായിരുന്നു. പിന്നീട് മാറി നിന്നിട്ടാണ് നമുക്കിതിനെ ഇങ്ങനെയൊക്കെ വിവരിക്കാനുള്ള ബലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിനെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സംഘപരിവാരവും RSSും BJPയും കൂടി അതിനെ അഴിച്ചുവിട്ട് മറ്റൊരു തരത്തിൽ പ്രത്യേകിച്ച് ശബരിമല എത്തിയതോടുകൂടി ഒരുപക്ഷെ അവരുടെ പരാജയ ഭീതി കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അവരുടെ ഡൽഹിയിൽ നിന്നൊക്കെയുള്ള ആജ്ഞകൾ അതുപോലെ വന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം മാധ്യമങ്ങളിലൂടെ നമ്മളിത് കൂടുതൽ അറിയുന്നത്. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ ഒരു 10-25 കൊല്ലം കേരളത്തിൽ ജീവിച്ചതിൻ്റെ ബലത്തിൽ ഞാൻ ഈ തരത്തിലുള്ള അഴിഞ്ഞാട്ടം എന്ന പത്രഭാഷയിൽ പറഞ്ഞാൽ അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഈ ഹർത്താലുകളുടെ കാര്യം പറഞ്ഞ പോലെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് വേണം. അവർക്കെല്ലാം ഈ ആൾക്കൂട്ടങ്ങളെ ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ അവരുടെ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഹർത്താലുകൾ അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നതുപോലെ തന്നെ ഇതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഈ രാഷ്ട്രീയത്തിന് ഇത്തരം രാഷ്ട്രീയത്തിന് എന്നൊരവസാനം ഉണ്ടാവും. ഈ നമ്മൾ എന്താ പറയുക, കലം കെറ്റിലിനെ പോട്ട് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക് എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് നമ്മൾ ഇപ്പം കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ CPMകാർ BJPയെ ചീത്ത പറയുമ്പോൾ ഇത് ഈ കാര്യത്തിൽ വിളിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇതിൽ കൂടെ ഉണ്ടായിരിക്കുന്നത് മാധവൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ബ്രൂട്ടലൈസേഷൻ എന്നൊരു വാക്കുണ്ട്. ഒരു സമൂഹത്തെ, ഒരു മനുഷ്യനെയോ ഒരു മൃഗം എന്നുള്ള, കാരണം മൃഗങ്ങൾ ബ്രൂട്ടൽ അല്ല, മനുഷ്യനാണ് ബ്രൂട്ടൽ, നിഷ്ഠുരരാക്കി തീർക്കുന്ന, ആകമാനം ഹൃദയശൂന്യരും നിഷ്ഠുരരുമാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതാണ് കഴിഞ്ഞ ഒരു 10-40 കൊല്ലത്തെ കേരള രാഷ്ട്രീയം അതിൻ്റെ അഴിഞ്ഞാട്ടങ്ങളിലൂടെ, എല്ലാ പാർട്ടികളുടെ അഴിഞ്ഞാട്ടങ്ങളിലൂടെ, ഈ കല്ലേറുകളിലൂടെയും ഈ കൊലപാതകങ്ങളിലൂടെയും
ഈ വീട് കയറിയ ആക്രമണം ഇപ്പം പുതിയതല്ല, വീട് കയറിയ ആക്രമണം പണ്ടും ഉണ്ടായിരുന്നു. ഇതിലൂടെ മലയാളിയുടെ മനസ്സിനെ ഇവർ ബ്രൂട്ടലൈസ് ചെയ്തു. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രൂട്ടലൈസേഷൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ കാലഹരണപ്പെട്ട പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസാണ്. എങ്ങനെയാണ് ജനങ്ങളെ ഇളക്കുക എന്നുള്ളതിന്, അല്ലെങ്കിൽ അവരെ അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്തി പറഞ്ഞാൽ അനുസരിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ കൂടെ കൊണ്ടുപോയത്. അപ്പം ഇതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഒരു ഭീകരമായ ഒരു കൃത്യം നടക്കുന്നോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു ചലനവുമില്ല. കാരണം ടെലിവിഷനിലൊക്കെ നമ്മളിത് എന്തേരം കണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ അടിച്ചു കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടാലും നമ്മുടെ മനസ്സിൽ ടെലിവിഷനിലൊക്കെ ഇത് ധാരാളം കണ്ടിട്ടുള്ളതെന്നുള്ളൊരു ആ നിലയിലേക്ക് നമ്മൾ അധപ്പതിച്ചു. അപ്പം ഇതാണ് നമ്മളുടെ ഒരു റിയാലിറ്റി സിറ്റുവേഷൻ. പക്ഷേ മാധവൻ പറഞ്ഞ പോലെ ഇന്നിത് സംഘപരിവാരം ഇതിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുമ്പം അതിൻ്റെ പിന്നിൽ കൂടുതൽ നാരകീയങ്ങളായ, കാരണം കോൺഗ്രസിനെ CPM ഒക്കെ നമുക്കറിയാം, അവർ എന്തേരെ പോയാലും ഇത്രമാത്രം പോകുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ സംഘപരിവാരത്തിൻ്റെ കാര്യം അതല്ല. ഇന്ന് അതിനെ ചരട് പിടിക്കുന്ന ശക്തികൾ അതിലൊക്കെ വളരെ നമുക്കൊന്നും ചിന്തിച്ചാൽ നമ്മുടെ ഒന്നും ചിന്തയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഭീകരതയല്ല അവരുടേത്. അതുകൊണ്ട് കേരളത്തിന് ഇത് വലിയ ഭയങ്കരമായ അപകടമാണ്. നമ്മൾ എങ്ങോട്ട് പോകും, ഇത് നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ഭയങ്കരമായ ഭീതിയുണ്ട്. നമ്മൾ ഇത് സക്കേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ വാക്കുണ്ട്, ഏത് മണ്ടത്തരത്തിനും വീണ് കൊടുക്കുന്നവരാണ് നമ്മൾ. ഏത് തരത്തിലുള്ള രാഷ്ട്രീയത്തിനും നമ്മൾ ഈ തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രീയങ്ങൾക്ക് ഈ ഗോസായിമാർക്കൊക്കെ അടക്കം നമ്മൾ വീണ് കൊടുത്ത് അവരുടെ പുറകെ ശിവസേനയ്ക്ക് പോലും കേരളത്തിൽ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയാൽ മലയാളികളെ ഏറ്റവും അധികം തച്ച് കൊന്നിട്ടുള്ള ഒരു പാർട്ടി കേരളത്തിൽ ഫ്ലറിഷ് ചെയ്യുകയാണ്, തിരുവനന്തപുരത്ത് അറ്റ്ലീസ്റ്റ്. ഇതാണ് മലയാളിയുടെ മനഃശാസ്ത്രം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയം ഭയങ്കര അപകടമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ ശേഷം വരാൻ പോകുന്ന ഒരു തലമുറയായിരിക്കാം ഈ തരത്തിലുള്ള ടോട്ടൽ ബ്രൂട്ടലൈസേഷൻ ഇരയാകുക. സർ, ഇപ്പോൾ BRB ഭാസ്കർ സർ, NS മാധവൻ പറഞ്ഞെടുത്തും സക്കറിയ പറഞ്ഞെടുത്തുമൊക്കെ ഒന്ന് നേരത്തെ തന്നെ, ഇത് ആദ്യമായിട്ടല്ല, ലോകത്തെക്കാളും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞു വെച്ചെടുത്ത് അതിന് കക്ഷിഭേദമില്ല. അതിന് കോൺഗ്രസ്സോ CPM എന്നോ RSS എന്നോ അല്ലെങ്കിൽ പോലും ഇന്ന് എത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ RSSൻ്റെ ഭാഗത്തല്ല സംഘപരിവാരങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ താരതമ്യമില്ലാത്ത വിധം അപകടകരമാണ്. പക്ഷെ എന്നിട്ടും താങ്കളെ പോലുള്ള ആളുകളൊക്കെ, പ്രത്യേക സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവാണ് BRB ഭാസ്കർ, താങ്കളൊക്കെ ഒരു സമീകരണം, ഒരുപക്ഷെ ഒരു ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ ഇത്രയും അക്രമാത്മകതയെ നിസ്സാരവൽക്കുന്ന തരത്തിലുള്ള ചില സമീകരണങ്ങൾ നടത്താറുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ? നമ്മൾ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സംഘപരിവാർ അനുകൂലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ പശ്ചാത്തലത്തിലാണ് നാം ഈ ചോദ്യം ഉയർത്തുന്നത്, ജനാധിപത്യത്തിൻ്റെ ഭാവി എന്ത്? ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് എപ്പോഴും വളരെ ദുർബലമായിരുന്നു. അത് വളരെ വലിയ, ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തി എന്നൊക്കെ പറയാൻ കഴിയുന്നത്, ഇതൊരു വലിയ രാജ്യമായതുകൊണ്ട് ഇവിടുത്തത് വലിയ ജനാധിപത്യമാകും. പക്ഷേ എത്രമാത്രം ജനാധിപത്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 5 കൊല്ലത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ തിരഞ്ഞെടുപ്പിലൂടെ ഭരണമാറ്റം നടക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്കൊരു ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെടാൻ കഴിയുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് 1 കൊല്ലം നീട്ടിയത് ഒഴിച്ചാൽ 5 കൊല്ലത്തിനകം തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, എന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എന്നതുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാ ഇതിലും പറയും, പിന്നെ എവറിഥിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നൊക്കെ പറയും. അതേമാതിരിയാണ് രാഷ്ട്രീയക്കാരുടെ ഇത്, എവറിഥിങ് ഈസ് ഫെയർ ഇൻ ആൻ ഇലക്ഷൻ. അധികാരം നേടാൻ വേണ്ടി ചെയ്യുന്നത് എന്തും ന്യായീകരിക്കാവുന്നതാണ് എന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുന്ന ഒരു തത്വമാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു
ഐഡിയൽ സൊസൈറ്റിയിലൊന്നുമല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല സ്വഭാവക്കാരായിരിക്കണം, നല്ലപോലെ പെരുമാറണം എന്നൊക്കെ ആവശ്യപ്പെടാനോ ഒരു അവകാശമോ അധികാരമോ നമുക്കില്ല. അതേസമയം ചില കാര്യങ്ങൾ വളരെ ഹീനമാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നവനോട് ഞാൻ നിൽക്കില്ല എന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അത് സമൂഹത്തിനും ഉണ്ടാവണം, രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ടാവണം. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമെന്ന് ഞാൻ ഇത് പറഞ്ഞ മാതിരി മാധവൻ പറഞ്ഞു നേരത്തെ ഇത് നടക്കുന്നു എന്നുള്ളത്. വളരെ കാലമായിട്ട് ഇത് നടന്നിട്ടും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രി അടുത്ത കാലത്ത് ആദ്യമായിട്ട് പ്രതികരിച്ചു. അദ്ദേഹവും ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഇത് 2014 തുടങ്ങിയതാണോ എന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 2014 ഇത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നതും മുമ്പ് നടന്നിട്ടുള്ളതും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അത് ഭരണകൂടം അതിൻ്റെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നിൽ നിൽക്കുന്നുവെന്ന് മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ താല്പര്യമില്ല എന്ന് വടക്കേ ഇന്ത്യയിലെ പല സർക്കാരുകളും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവരെ പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ച് അവർ കൊന്ന ആളുകളുടെ കുടുംബങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയാണ്. അവരെ വാദിയെ പ്രതിയാക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്. ഇത് മുമ്പ് നടന്നിട്ടില്ല, ഇതൊരു പുതിയ സംഭവമാണ് എന്ന് നാം തിരിച്ചറിയണം. അത് മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ അവിടെ നടന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഒരു സെപ്റ്റംബറിലോ മറ്റോ ഏതോ ഒരു കണക്ക് വന്നു. അതിന് മുമ്പ് ആ ഒരു കൊല്ലക്കാലത്ത് 12 മാസക്കാലത്ത് 17 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനകത്ത് 15 സംഭവങ്ങളിലായിട്ട് മറ്റു വരണം. ഇത് പിന്നീട് ഒരെണ്ണം ആസാമിൽ, ഒരെണ്ണം തമിഴ്നാട്ടിൽ, ബാക്കിയെല്ലാം ഈ ഹിന്ദി സംസ്ഥാനങ്ങളിലാണ്. ഈ ഹിന്ദി സംസ്ഥാനങ്ങളിലെല്ലാം നമുക്കറിയാം പശുവിൻ്റെ പേരിലോ മറ്റോ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് 2 വിഭാഗങ്ങളെയാണ്, മുസ്ലിങ്ങളെയും ദളിതരെയും ആണ്. തമിഴ്നാട്ടിൽ നടന്ന സംഭവം എന്ന് പറയുന്നതിനകത്ത് വാസ്തവത്തിൽ ചൈൽഡ്സ് ലിഫ്റ്റിംഗ് സ്കെയറിൽ ഉണ്ടായതാണ്, കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ കാലഘട്ടത്തിൽ ഈ 17 കണക്കിനകത്ത് വരാത്ത 7 ആൾക്കൂട്ടക്കൊലപാതകമാണ് സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നത്. അതിൽ ഒരുപക്ഷെ മധു എന്ന ആദിവാസിയുടെ കാര്യം മാത്രം എല്ലാവരും ശ്രദ്ധിച്ചു. അതല്ലാതെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള ഒരു കൊല്ലക്കാലത്ത് ഇവിടെയും 7 സംഭവങ്ങൾ നടന്നു. അതിൽ കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെട്ടത്, അതിൽ കൊല്ലപ്പെട്ടതോ മറുനാടൻ ജോലിക്കാരാണ്. അതുകൊണ്ട് അത് നമ്മുടെ ആളുകളല്ല, നമുക്ക് അതിനകത്ത് യാതൊരു വിഷമവുമില്ല എന്നുള്ള തരത്തിലാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വം എന്ന് പറയുന്നതിനെ കുറിച്ച്. അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനകത്ത് ഇത് ചെയ്യുന്നവർ മാത്രമല്ല അതിന് ഉത്തരവാദികൾ, വളരെയധികം പേര്. അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരും മാത്രമല്ല, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങൾ, അവരിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ മലയാള സിനിമ നമ്മളെ ബ്രൂട്ടലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്ത് ഇത് ചെയ്താലും അത് സഹിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതായത് ഇത് നമ്മൾ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു സ്വാധീനമാണ്, ഇമ്പാക്റ്റാണ് പ്രേക്ഷകനിലുണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തയും കൂടാതെ വിഷയം കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എത്ര വലിയ സംഭവങ്ങൾ നടന്നിരുന്നാലും നമുക്കൊരു വിഷമവുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെയും മാത്രം പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അതൊരു ഇമ്മീഡിയറ്റ് അർജൻസി തരുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി BJPക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെയുള്ള ആകാംക്ഷ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആകാംക്ഷയാണ്. ആ ആകാംക്ഷ ഉണ്ടാകണം. പക്ഷേ ഈ പ്രശ്നത്തിന് യഥാർത്ഥത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ കുറേ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ കാണണം. അതിനുവേണ്ടി ജനങ്ങളെ തയ്യാറാക്കാൻ പക്ഷേ എഴുത്തുകാർക്ക്, മാധ്യമങ്ങൾക്കോ ഒക്കെ കഴിയണം. കാരണം ഇതിനകത്ത് വരുന്നത് ഒരു സൈലൻ്റ് മെജോറിറ്റി ആണ്. ഏത് സമൂഹത്തിലായിരുന്നിരുന്നാലും ബഹുഭൂരിപക്ഷം ആളുകളും നിശബ്ദമായിട്ടിരിക്കുന്നവരാണ്. അവരാരുടെയെങ്കിലും കൂടെ നിന്നിരിക്കും, പക്ഷേ എങ്കിലും അവർ ഒരു ബഹളം ഉണ്ടാക്കാനും ഒന്നും പോവില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഈ സൈലൻ്റ് മെജോറിറ്റിയെ കൂടുതൽ നിശബ്ദമാക്കുക,
പ്രതികരിക്കാൻ കഴിയാത്തവരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയും കൂടി ചെയ്യുന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്നാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിലമതിക്കുന്ന ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അഭിപ്രായങ്ങളെ നമ്മൾ വളരെ ജനാധിപത്യ രീതിയിൽ ഉൾക്കൊള്ളുകയും പലപ്പോഴും യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നത് മലയാളിയുടെ ഏറ്റവും വലിയ ഒരു ദൈക്ഷണികവും സാംസ്കാരികവുമായ ഒരു വലുപ്പമായിരുന്നു. പക്ഷേ കേരളവും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ളതിനപ്പുറം അഭിപ്രായങ്ങളെ തന്നെ കൊല ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് അയൽ സംസ്ഥാനത്ത് ഒരു പത്രാധിപ വെടിയേറ്റ് മരിക്കുകയാണെങ്കിൽ കേരളത്തിൽ സമാനമായ രീതിയിൽ തന്നെ പറയാവുന്നതാണ് ഒരു പത്രാധിപർക്ക് ജോലി ഉപേക്ഷിച്ച് പോകേണ്ടി വരിക എന്നത്. ഇത്തരത്തിലുള്ള തികച്ചും ആൾക്കൂട്ടത്തിൻ്റെതായ തന്നെ ഒരു ആക്രമണത്തെ തുടർന്ന് ഏത് തരത്തിലോ എന്നുള്ളത് നമുക്ക് വളരെ വിശദാംശങ്ങളെ കടക്കില്ല. പക്ഷേ അത്തരത്തിലുള്ള അതിശക്തമായ പ്രകോപനപരമായ വിയോജിപ്പിനെ തുടർന്ന് ഒരു പത്രാധിപത്യത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വന്ന ഒരുപക്ഷെ ഇര എന്ന് തന്നെ വിളിക്കാവുന്ന കമൽറാം സജീവ് ഈ വേദിയിലുണ്ട് എന്നത് ഒരുപക്ഷെ ഈ ചർച്ചയുടെ ഏറ്റവും വലിയൊരു ആകർഷണമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കമൽറാം സജീവിനെ ഈ ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മീഡിയയെ കൂടി എങ്ങനെയാണ് സെൻസർ ചെയ്യപ്പെടുന്നത് എന്നും ഈ ആൾക്കൂട്ടം എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും പറയണമെന്ന് അഭ്യർത്ഥി. അല്ല, അതിൽ ഇര അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക രക്തസാക്ഷി എന്നുള്ള അതിനൊന്നൊരു അർത്ഥവുമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പം പിന്നെ ഇത്തരം കാര്യങ്ങൾ എതിർക്കാൻ വേണ്ടി ജീവിക്കണം എന്ന് വിചാരിക്കുന്നത് ചെറിയ രീതിയിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പിന്നെ അതിൽ ഇര രക്തസാക്ഷി തുടങ്ങിയ വാക്കുകൾക്ക് പ്രസക്തിയില്ല. ഇതിൽ നമ്മളിപ്പം നേരിട്ട് ഒരാളെ അടിച്ചു കൊല്ലുമ്പം അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം ഒരാളെ ചേസ് ചെയ്തിട്ട് കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അങ്ങനെ എന്താ പറയുക കോർണർ ചെയ്ത് അയാളുടെ ജീവൻ ഇല്ലാതാക്കുമ്പോൾ മാത്രമല്ല ആൾക്കൂട്ടം ജനാധിപത്യത്തിനെതിരെ തിരിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം കേരളത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഒരു അദൃശ്യ ജനവിഭാഗമുണ്ട്. അതായത് നമുക്കറിയാത്ത ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സിറ്റിസൺറി അത് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ അഭിപ്രായത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ പറഞ്ഞൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഇടം എന്ന് നമ്മൾ പറയുന്ന സാധനം ഒരു സോഷ്യൽ സോഫ്റ്റ്വെയറായി മാറുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ജനാധിപത്യ രീതികളെയും ഇല്ലാതാക്കാൻ വേണ്ടി അത് 1, 2, 3 ആളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പം ഒരാൾ ഒരു സ്പർദ്ധ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്പർദ്ധ സാഹിത്യത്തിനോടുള്ളതാവാം അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭിപ്രായത്തിനോടുള്ളതാവാം. അത് പെട്ടെന്ന് 1, 10, 10, 100 പെരുകുന്ന വലിയൊരു പ്രോഗ്രഷൻ അതിനുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ ആൾക്കൂട്ട സംസ്കാരം നമ്മുടെ ഈ പറഞ്ഞ സൈബർ സോഫ്റ്റ്വെയർ നമ്മൾ പറയുന്ന സൈബർ മീഡിയ സോഷ്യൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ജനാധിപത്യത്തിൻ്റെ അത്തരത്തിലൊരു സംസ്കാരത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് BRP സാർ പറഞ്ഞതായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. കാരണം മാധ്യമങ്ങൾ അതായത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതാണ്ട് പൊതുവെയും തന്നെ ഈ സോഷ്യൽ സോഫ്റ്റ്വെയറിൻ്റെ ആക്രമണത്തിന് ഇരയാവുകയോ അല്ലെങ്കിൽ അവർ നിർണ്ണയിക്കുന്ന അത്തരത്തിലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്ന ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഇതിനൊക്കെ ആരാണോ ബോധ്യപ്പെടുത്തേണ്ടത്, അതായത് നമ്മളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിച്ചു പോന്നിരുന്ന നവോത്ഥാനത്തിൻ്റെ രീതികൾ, നവോത്ഥാനം എന്നുള്ളത് എത്ര എന്താ പറയുക ഒരു കോൺട്രവേഴ്സ്യൽ വാക്കായാലും അത്തരത്തിലുള്ള വാക്കുകളോടൊക്കെ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് നമ്മുടെ ചരിത്രവും സംസ്കാരവും രൂപപ്പെട്ടതെന്ന് പറയേണ്ട മാധ്യമങ്ങൾ അത് പറയാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സൈബർ സ്പേസിൽ നടക്കുന്ന അദൃശ്യമായ അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വളരെ ഇതായിട്ടോ കാണാൻ പറ്റാത്ത ഒരു വെർച്വൽ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട അറ്റാക്കുകളെക്കാളും ഇവിടെ നടക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇതാണെന്ന് എനിക്ക് തോന്നി. സർ നമ്മൾ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരാൾ അല്ലെങ്കിൽ 2 ആൾ തുടങ്ങി വെക്കുന്ന ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില പ്രകോപനങ്ങളാണ് ഒരു വല്ലാത്ത ഒരു പ്രോഗ്രഷനിലൂടെ അത് ആയിരങ്ങൾ ഏറ്റെടുക്കുകയും ഒരുപക്ഷെ നാടിനെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിൽ പോയി. എന്ത് പ്രതിരോധമാണ്, ഏത് രീതിയിലാണ് നമുക്കിതിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയും? എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാവുന്ന അപകടം എന്തൊക്കെയായിരിക്കും? ഇത് സംഭവിച്ചിട്ടുള്ള നേരെ വിപരീതമായിട്ടാണ്. സാധാരണ സമൂഹ മാധ്യമങ്ങൾ സമൂഹത്തെ അനുകരിക്കുകയാണ് ചെയ്യുക. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളെ അനുകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ
ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അക്രമികൾ അനോണിമസ് ആയിട്ട് വളരെ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ശബരിമല കേസിലും ബാക്കിയുള്ള എല്ലായിടത്തും ആൾക്കൂട്ടം ആവർത്തിച്ചത്. മുഖമില്ലാത്ത കുറേ മനുഷ്യർ കൂട്ടമായിട്ട് ആക്രമിക്കുക. ഇതിൻ്റെ വേരുകൾ തേടി പോവുകയാണെങ്കിൽ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾ കേരളത്തിൽ ഏതാണ്ട് 10-12 കൊല്ലമായിട്ട് തുല്യമായിട്ട് ഇവിടുത്തെ UDFനും LDFനും BJPക്കും തുല്യമായിട്ട് സമയം കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഈ BJPയുടെ വോട്ടിംഗ് ശതമാനം 4-5% ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ അവർക്ക് സമയം കൊടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. കാരണം അവർ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാണ്. ഇങ്ങനെ സമൂഹത്തിൽ ഒരു തുല്യ ശക്തിയാണെന്നുള്ള തോന്നൽ ആദ്യം സൃഷ്ടിച്ചു. പിന്നെ ഭാഷ. ഇപ്പോൾ ഈ ശബരിമല സംഭവം തന്നെ എടുക്കാം. ആദ്യം ഈ കലാപം സൃഷ്ടിച്ചവരെ പറ്റി എല്ലാ പത്രങ്ങളും എഴുതുന്ന തീർത്ഥാടകർ എന്നായിരുന്നു. പിന്നെ വിശ്വാസികൾ എന്നായി. തല്ലുകൊണ്ടപ്പോൾ കലാപകാരികളായി. അപ്പോൾ ഇങ്ങനെ മാധ്യമം സൃഷ്ടിക്കുന്ന ഒരു വലിയ കോൺഷ്യസ്നെസ് സമൂഹ മാധ്യമത്തിൻ്റെ ബിഹേവിയർ കോപ്പി ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ നിയന്ത്രിക്കേണ്ടത് അഭിപ്രായ രൂപീകരണം ഫിനാൻഷ്യൽ ക്യാപിറ്റൽ കൂടി നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ ആദ്യം തന്നെ ഇതിനെതിരായി ഒരു വളരെ റെസ്പോൺസിബിളായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഘപരിവാറിൻ്റെ സമൂഹത്തിലുള്ള ഈ ഇപ്പോഴുള്ള ഒരു തുല്യത ഉറപ്പുവരുത്തിയതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിക്കുന്ന ദൃശ്യമാധ്യമങ്ങളാണ്. ഇന്ന് അവർ കൊടുത്ത അമിതമായ വിസിബിലിറ്റി ആണെന്നൊക്കെ ഇന്ന് നമുക്കറിയാം. എങ്കിൽ അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ധാർമ്മികമായി ബാധ്യതയുള്ള ആളാണ് സക്കറിയ. കാരണം അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് ദൃശ്യമാധ്യമങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് ഈ അപകടാവസ്ഥയിൽ നമ്മളേക്ക് എത്തിച്ചത്. എന്താണ് സാർ ഈ മാധ്യമങ്ങളുടെ അപകടകരമായ ഇടപെടലും മേൽക്കൈ നൽകലും ഒക്കെയാണോ ഈ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെയും ഈ തരത്തിലുള്ള ആൾക്കൂട്ട പ്രകോപനത്തിൻ്റെയൊക്കെ വലിയ കാരണമായി മാറിയത്? അതെ, ഞാൻ ഹക്കീം പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ല ഇതാ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനും ഒക്കെ ഈ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അത് ചില ഗുണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ കൂടുതൽ അതിൻ്റെ വാർത്തയുടെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷമാണ് കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനെപ്പറ്റി ഐ ഫീൽ ബാഡ്. ഞാനത് കാണാറേയില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വലിയ വളരെ കഷ്ടം തോന്നും. ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ ഇത് എന്ന് ഓർക്കും. പക്ഷേ ഇതെല്ലാം ചരിത്രമാണ്. നമുക്ക് ചരിത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുണ്ടാക്കി വെച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. അത് പാരമ്പര്യവാദമാണ്. അപ്പോൾ അതിലും കാര്യമില്ല, ഇങ്ങനെ പോവും. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് പലയിടത്തും എഴുതുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്ത് മടുത്ത ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടാറേയില്ല. കേരളത്തിലെ ഒരു വർഗീയതയുടെയും ഇത്തരത്തിലുള്ള ഇടുങ്ങിയ നവോത്ഥാനത്തിനെതിരെ ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലത്ത് നവോത്ഥാനം മനോഹരമായൊരു വാക്കായിരുന്നു. ഞങ്ങളൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വാക്കായിരുന്നു. ഞാനൊക്കെ നവോത്ഥാനത്തിൻ്റെ മഹാന്മാരായ ആ പരമ്പരയിലെ ആളുകളുടെ ശിഷ്യന്മാരായിട്ട് വളർന്നു വന്നതിൽ നവോത്ഥാനം ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുത്തരൊന്നും ഒരിക്കലും ഇവിടെ എഴുതുകയോ പേന എടുക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പം ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അതൊരു കോൺട്രവേഴ്സ്യൽ ഇത് വിവാദപരമായ ഒരു വാക്കായി തീർന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആരിതിനെ ഒരു കോൺട്രവേഴ്സ്യൽ വാക്കാക്കി എടുത്തു? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇത് സംഘപരിവാരത്തിൻ്റെ അജണ്ടയെ ഉപയോഗിച്ച് നവോത്ഥാനത്തിനെ ഒരു ക്വസ്റ്റ്യനബിൾ മൂല്യമാക്കി ഇവിടുത്തെ മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും മാറ്റി. നവോത്ഥാനത്തിന് വേണ്ടി അവരൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു 20 കൊല്ലമായിട്ട് എഴുതി പോന്നിട്ടുള്ള എൻ്റെ ഒരു 10-30 ലേഖനങ്ങളുണ്ട്. എങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ നവോത്ഥാനത്തെ തച്ചുടച്ച് നിലത്തിട്ട് ചവിട്ടി കുഴിച്ചു മൂടിയത്. ഈ ആൾദൈവങ്ങളെയും ഈ അന്ധവിശ്വാസങ്ങളെ, എല്ലാ മതങ്ങളിലെയും അന്ധവിശ്വാസങ്ങളെയും ആൾദൈവങ്ങളെയും വളർത്തി ഇവിടെ ഒരാൾ ദൈവത്തിൻ്റെ 50ാം പിറന്നാൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും 1ാം പേജിലെ 8 കോളം ഫോട്ടോഗ്രാഫുകളായിരുന്നു. ഒക്കെ പെയ്ഡ് ന്യൂസാണ്. എന്നാൽ പോലും കാശിന് വേണ്ടിയാണെങ്കിൽ പോലും
നമ്മൾ ചെയ്യുന്നതിന്. അപ്പോൾ പക്ഷേ മലയാളികൾ ഈ അക്ഷരങ്ങളിൽ വിശ്വസിക്കുന്ന ശുദ്ധന്മാരായതുകൊണ്ട് അവരിതെല്ലാം വിശ്വസിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഗീയത പരത്തുന്നത് എന്തിനാണ്? ഈ മാധ്യമങ്ങളിൽ ഇരിക്കുന്നവരെല്ലാവരും വർഗീയവാദികളൊന്നുമല്ല. പക്ഷെ വർഗീയത നിങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ പരസ്യങ്ങൾ കിട്ടാനുള്ള വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള അത് വർദ്ധിക്കുന്നു. ഈ തരത്തിലുള്ള പിന്നെ ചില മാധ്യമങ്ങളിൽ വർഗീയവാദികൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തലപ്പത്ത് ഇരിപ്പുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ കാശ് മുടക്കി, അവർ വർഗീയവാദികളാണ്, അവർ വർഗീയവാദം നടപ്പിലാക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹക്കീം പറഞ്ഞതിനൊരു ഉത്തരവ് ഇത്രയേ ഉള്ളൂ. ഈ ചാനലുകളും ഇപ്പം ഇരട്ടത്താപ്പെന്ന് പറയുന്ന ഇപ്പം BJPക്ക് മാധവൻ പറഞ്ഞ പോലെ നമുക്ക് 4-5% BJP കിടക്കുന്ന കാലത്ത് ഭാഗ്യവശാൽ ഞാനൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം ഈ രാഷ്ട്രീയ ചർച്ചകൾ വരുമ്പോൾ അപ്പോൾ ആ സ്ഥാപനത്തിൽ ഞങ്ങളുടെ നേതാവായിരുന്ന മനുഷ്യൻ എത്രയോ തവണ സങ്കടപൂർവ്വം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ 4%-കാരനെയാണ് ഏത് ചർച്ചയ്ക്ക് വിളിച്ചാലും ഈ 4%-ൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒപ്പം ഈ 4%-കാരനെ അവർ വിളിച്ചിരിക്കും, അവിടെ ഇരുത്തിയിരിക്കും, അവർക്കൊരു പ്രാധാന്യം കൊടുത്തിരിക്കും. ഇങ്ങനെയാണ് ഇവരിതിനെ പൊക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് പറയും 4%-കാരൻ അവൻ്റെ ആവശ്യങ്ങളില്ലേ, അവൻ്റെ വാക്കുകൾ വരണ്ടേ. പക്ഷേ ഇതാരെയാണ്? ഇത് ഹിറ്റ്ലറെ പിടിച്ചിരുത്തി ഹിറ്റ്ലറുടെ ന്യായം കേൾക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ അതിനൊരു എന്നുള്ള ഒരു മര്യാദ, ഒരു ചിന്ത ഇവർക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മലയാളികളോട് കൂറ് വേണം. ആ കൂറില്ല. ഇതാണ് ഇവരിൽ നല്ല ഒരു തുക മാധ്യമങ്ങൾക്കും എല്ലാവർക്കുമാണെന്ന് ഞാൻ പറയുന്നില്ല. 90%-നും രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ മലയാളികളോട് കൂറില്ല. അവനവരോട് മാത്രമേ കൂറുള്ളൂ. ഇതാണ് നമ്മുടെ നിർഭാഗ്യം. നമ്മുടെ കാര്യം വലിയ കുഴപ്പത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാശും ഈ വലിയ പളപളപ്പും ഒന്നുമല്ല. വി ആർ ഇൻ ട്രബിൾ. വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവാ. BRP സാർ, വളരെ കൃത്യമായൊരു സംശയം, ആളുകൾക്കൊക്കെ ഉണ്ടാകാവുന്നൊരു സംശയം. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണോ ന്യൂനപക്ഷത്തിനാണോ കൂടുതൽ കൺസേൺ ഉണ്ടാവേണ്ടത്? അത് ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ ശബരിമല ഇഷ്യൂ തന്നെ നമുക്കൊരു ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടല്ല ഒരു തീരുമാനം എടുക്കേണ്ടത്, അതിനോടൊപ്പമല്ല ഒരു സർക്കാർ നിൽക്കേണ്ടത് എന്നൊക്കെയാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം. അതേ സ്ഥാനത്ത് ഒരാൾ മറ്റൊരെത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസമാണെങ്കിൽ പോലും ഒരാളുടെ അവകാശത്തെയോ ഒരാളുടെ ഭരണഘടനാപരമായ അവകാശത്തെയോ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട മൗലികമായ ഏതെങ്കിലും ഒരു അവകാശത്തെയോ ബാധിക്കാൻ പാടില്ല എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഉത്തമമായ ഒന്ന് എന്നാണ് മറ്റൊരു വാദം. ഇതിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഭൂരിപക്ഷത്തിനാണ് പ്രാധാന്യമെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഭൂരിപക്ഷത്തിനാണോ ന്യൂനപക്ഷത്തിനാണോ? ഇതിനകത്ത് ചില അപകടങ്ങളൊക്കെ അതിനകത്ത് ഞാൻ കാണുന്നു. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ ഇന്ന് അധികാരത്തിൽ വരുന്നവർ ഭൂരിപക്ഷ പിന്തുണയുള്ളവരാണ് എന്നുള്ള ഒരു സങ്കല്പം ഈ ചോദ്യത്തിൻ്റെ പിന്നിലുണ്ട്. അത് അല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നത് 31% വോട്ട് വെച്ചിട്ടാണ്. കേരളത്തിൽ തന്നെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളിനകത്ത് അധികാരത്തിൽ വരുന്ന അതിനെ നയിക്കുന്നതും അതുകൊണ്ട് അധികാരമെല്ലാം കയ്യിൽ വെച്ചിരിക്കുന്നതുമായ 2 കക്ഷികൾ, അവർക്ക് ഇന്ന് 25% വോട്ടെങ്കിൽ കൂടുതൽ ഇല്ല. ബാക്കിയുള്ളവരെ കൂടെ കൂട്ടിയിട്ടാണ് അവർ ഈ 40, 42, 45 വരെ എത്തിച്ചിട്ട് അധികാരം നേടുന്നത്. അപ്പോൾ ഭൂരിപക്ഷം അല്ല അധികാരത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, അത് നാം മനസ്സിലാക്കണം. പക്ഷേ വരുന്നത് ഭൂരിപക്ഷമാണോ ഇതെന്നല്ല. തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം നോക്കി അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്തവരുടെ താല്പര്യം നോക്കി ഭരണം നടത്താനല്ല നമ്മളവരെ വെച്ചിരിക്കുന്നത്. അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നവരെല്ലാ ജനങ്ങളുടെയും കാര്യങ്ങൾ നോക്കിക്കാണാനാണ്. ഇപ്പോൾ അമേരിക്കയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒബാമ പോകുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒബാമ ഈ ഇറാഖിൽ ട്രൂപ്സിനെ വിഡ്രോ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടിരുന്നു ഒബാമ വരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അപ്പോൾ അതിന് മുമ്പിരുന്ന സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഇരിക്കുന്നത്.
ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു, പക്ഷേ ജനുവരിയിലേ അദ്ദേഹം ചാർജ് എടുക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു ഒരാൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അവരുടെ സർക്കാരാണ്, അവരാണ് ഭരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ ഭരിക്കുന്നത് വേറെ ആള് എന്ന് പറയുമ്പോൾ ആ ഭരിക്കുന്ന പാർട്ടി എല്ലാവരുടെയും, അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളം ഭരിക്കാനാണ്, അല്ലാതെ അവരുടെ പാർട്ടിയെ ഭരിക്കാനോ അല്ല അവരുടെ മുന്നണിയെ ഭരിക്കാനോ അല്ല. അതേ ഇതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് മാധ്യമങ്ങളിലും കാണാം. ഇപ്പോൾ ഇതിനെ പാർട്ടികളെ വിളിച്ചിരുത്തുന്നത് തന്നെ എല്ലാ വിഷയങ്ങൾക്കും എന്തിനാണ് ഒരു UDF-കാരനും ഒരു LDF-കാരനും, ഒരു LDF വ്യൂ പോയിന്റും ഒരു UDF വ്യൂ പോയിന്റിലും കൂടിയാണോ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? അതിൻ്റെ ശരിവശം എന്ത്, തെറ്റുവശം എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശം എന്ത്, അതിൻ്റെ ചീത്തവശം എന്ത് എന്ന് ചർച്ച ചെയ്യുവാൻ ഒരു പാർട്ടിക്കാരൻ വേണോ? അപ്പോൾ ഇത് മാധ്യമങ്ങൾ ഈ രീതിയിൽ ഇത് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു. അതൊരു UDF പ്രശ്നം അല്ലെങ്കിൽ ഒരു LDF പ്രശ്നമായി മാറുന്നു. ഇത് കേരളത്തിൽ ഈ സ്വകാര്യ ചാനലുകൾ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ദേശീയ ചാനലുകളിലും ഇപ്പോൾ അത് നടക്കുന്നു. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പച്ചപിടിക്കാൻ കഴിയാത്തത് എന്ന് RSS BJP ഒരു ഘട്ടത്തിൽ അവരുടെ ജന്മഭൂമി പത്രത്തിൻ്റെ ഒരു സിമ്പോസിയം നടത്തി. 4-5 ആളുകളെടുത്ത് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നോടും ചോദിച്ചിരുന്നതാണ്. അന്ന് ഞാൻ അവർ പറഞ്ഞത്, കേരളം ഒരു നവോത്ഥാന മൂവ്മെൻറ്റ് കണ്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ ഫലമായിട്ട് അത് നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെ മതനിരപേക്ഷ ഒരു പരിസരം അത് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയാത്തത്. അവർ ചോദിച്ച ചോദ്യം എന്താണ്? അവർ ജനസംഘിൻ്റെ കാലം തൊട്ട് ശ്രമിക്കുകയാണ്, എന്നിട്ട് മുന്നോട്ട് കയറാൻ കഴിയുന്നില്ല, ഒരു സീറ്റ് കിട്ടുന്നില്ല. ആ സമയത്താണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആ നവോത്ഥാനമൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ ഇതാക്കി വയ്ക്കാൻ അവർക്ക് കയറാൻ പറ്റിയ തരത്തിൽ സാഹചര്യങ്ങൾ മാറ്റി വന്നിരിക്കുന്ന ഘട്ടത്തിലാണ് അയ്യോ നവോത്ഥാനം എന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യവും നവോത്ഥാനത്തിൻ്റെ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, നവോത്ഥാനം വന്നത് മുദ്രാവാക്യത്തിലൂടെയല്ല, പ്രകടനത്തിലൂടെയല്ല, പ്രവർത്തനങ്ങളിലൂടെയാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. എന്തുകൊണ്ടാണ് നവോത്ഥാനം നശിച്ചു പോയത്? ഇവിടെ അതിൻ്റെ ആ ധാര എങ്ങനെയാണ് കുറ്റിയേറ്റ് പോയത്? അത് പോയത് രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അവർക്ക് അത് തിരുത്താൻ എന്തെങ്കിലും പരിപാടിയില്ലാതെ നവോത്ഥാനം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിട്ടൊന്നും ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല. അവർ സൃഷ്ടിച്ച ഇത് പഴുതിലൂടെയാണ് ഇന്ന് BJP മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത്. പക്ഷേ എൻ്റെ വിശ്വാസം, എൻ്റെ വ്യക്തിപരമായ വിശ്വാസം, ആ നവോത്ഥാനത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതവരെ തടയാൻ ഉള്ള കഴിവുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ നമ്മുടെ പാർട്ടികളെല്ലാം അടിസ്ഥാനപരമായിട്ട് വിഭാഗീയതയുള്ള പാർട്ടികളാണ്. അവരുടെ അംഗത്വം എടുത്ത് നോക്കൂ. പിന്നെ പേരിൽ ഉള്ളത് വെച്ചിട്ട് ഒരു മുസ്ലിം പാർട്ടി ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് എടുക്കുന്നു. അങ്ങനെ പേരിൽ ഒന്നും കാണിക്കാതെ ക്രിസ്ത്യാനി പാർട്ടിയുണ്ട്, പേരിലൊന്നും കാണിക്കാതെയുണ്ട്. ഈ രാജ്യത്തിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2 കക്ഷികൾ എന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ അടിത്തറ എന്താണ്? ഇടതുപക്ഷത്തിലെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഹിന്ദു ബാക്ക്വേർഡ് ക്ലാസസാണ്. എതിർവശത്ത് നയിക്കുന്ന കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് 2 പ്രബല സംസ്ഥാനങ്ങളാണ് UDF-ൻ്റെ നിലനിൽപ്പ്. പക്ഷേ ഒരു നന്മ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നതുകൊണ്ട് പല കാര്യങ്ങളും സാമുദായിക തലത്തിലേക്ക് പോയില്ല. ഉദാഹരണത്തിന് നാദാപുരത്ത് ഒരു സംഭവം നടന്നു. അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന 2 സമുദായങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ അതിനെ ആരും അന്നൊരു സാമുദായിക വിഷയമാക്കി മാറ്റിയില്ല. ഒരു കക്ഷി ഒരു പാർട്ടിയുടേതും മറ്റേ കക്ഷി വേറൊരു പാർട്ടിയുടെയും ആളെന്നുള്ള നിലയിൽ കണ്ടിട്ട് അതിനെ രാഷ്ട്രീയ തലത്തിൽ കൈകാര്യം ചെയ്തു. BJP-യുടെ സാന്നിധ്യം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ പാർട്ടികളുടെ അടിത്തറ വിഭാഗീയമാണ്. മാധ്യമങ്ങൾക്ക് അവരവരോട് മാത്രമാണ് കൂറ് എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് സക്കറിയ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ടെലിഗ്രാഫ് പത്രത്തിൻ്റെ തലക്കെട്ട് ഇവിടെ കശ്മീരിലെങ്കിൽ ഇവർ അക്രമകാരികൾ, കേരളത്തിൽ ഇവർ ഭക്തർ എന്നായിരുന്നു. NS മാധവൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്തു.
കേരളത്തിൽ നമുക്കറിയാം ഇങ്ങനെ ഒരുപക്ഷെ മലയാളത്തിലെ കേരളത്തിലാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പോലും മലയാളത്തിൽ ഒരു പത്രത്തിന് ആ രീതിയിൽ ഒരു തലക്കെട്ട് നൽകാൻ കഴിയാത്ത വിധം എങ്ങനെയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടത്? ന്യൂസ് ഡെസ്കിലെ കാവ്യയെക്കുറിച്ച് തുറന്നെഴുതിയ കമൽനാഥ് സജീവ് തീർച്ചയായും കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സംഘപരിവാർ അജണ്ടകൾ കൈയടക്കിയത് എന്ന് വിശദീകരിക്കുന്നു. അല്ല, ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം നവോത്ഥാനം എന്നുള്ള വാക്കിനെ പറ്റി നമ്മളിപ്പോൾ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു നവോത്ഥാനം അതിൽ ഉണ്ടാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുക. കാരണം ഒരു പേരിനെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിൻ്റെ ബാക്കി അതിൻ്റെ അർത്ഥത്തിനെക്കുറിച്ചോ അതിൻ്റെ പഴയ ഒരു ചരിത്രം എങ്ങനെയുള്ള നവോത്ഥാനമായിരുന്നു എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് അതായത് ഒരു വലിയ ജനവിഭാഗം, കാരണം വെച്ചാൽ ചെറിയ ജനവിഭാഗം ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെൻറ്റ്സ് ഇതിനെ തകർക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ഒരു വലിയൊരു സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുമ്പം അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് അത് ചെയ്യുന്നത്. പക്ഷെ വലിയ നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ദാർഢ്യങ്ങളില്ലാത്ത സാധാരണ ജനങ്ങൾ ഒന്നിച്ചു കൂടി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതിനെതിരായിട്ട് ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിന് ഒരു തരത്തിലുമുള്ള എന്താ പറയുക ഒരു കള്ളത്തരം ഇല്ല എന്ന് പറയാം. കാരണം വെച്ചാൽ അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. കാരണം വെച്ചാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ 50% വരുന്ന മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സിറ്റിസൺ ബില്ല് ഉണ്ടാക്കുക, അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ന് വെച്ചാൽ വളരെ ഇതായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിനെ നേരിടാൻ അത് കേരളം പോലെയുള്ള നമ്മുടെ ഒരു ബഹുസ്വര സംസ്ഥാനത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ എന്ത് രീതിയിൽ ആണ് നമ്മൾ ചെറുക്കേണ്ടത് എന്നുള്ള നല്ല ബോധ്യം ഉണ്ടാവേണ്ട മാധ്യമങ്ങളായിരുന്നു കേരളത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. കാരണം വെച്ചാൽ നമ്മളുടെ മറ്റൊരു ഇന്ത്യൻ സ്റ്റേറ്റിലും ഇല്ലാത്ത രീതിയിൽ ഈ നവോത്ഥാന സമരങ്ങളിലൂടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വളർന്നു വന്ന പത്രങ്ങൾ, ചെറിയ പത്രങ്ങൾ പൂട്ടിപ്പോയതുണ്ട്, ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇന്നും നമ്മൾ പറയുന്നത് ഗാന്ധിജിയുടെ പേരാണ് പറയുന്നത്, അല്ലെങ്കിൽ സർ സി പിക്കെതിരായ സമരം എന്നാണ് പറയുന്നത്. ഇത്തരം സംഗതികൾ നമ്മൾ പറയുമ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി കളയുന്ന ഒരു ശക്തി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അത്തരത്തിലുള്ള ഒരു ഫോഴ്സ് ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘപരിവാർ തന്നെയാണ്. ഇപ്പം നമ്മൾ എടുക്കേണ്ട നിലപാടും സംഘപരിവാറിനെതിരായിട്ട് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ ഒരുപാട് സംഗതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെയുള്ള ചെറിയ മറ്റ് എലിമെൻസും വരുന്നില്ലേ, അതിനെ എങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിനപ്പുറം ഇതൊരു വലിയ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം ചെറിയ ചെറിയ കലാപങ്ങളിൽ കൂടി ചെറിയ ചെറിയ ശ്രമങ്ങളിൽ കൂടി ഈ പറഞ്ഞ സോഷ്യൽ സോഫ്റ്റ്വെയറിൻ്റെ ശക്തമായ അല്ലെങ്കിൽ വളരെ കൃത്യമായ പ്രയോഗത്തിലൂടെ അവർ നമ്മുടെ മാധ്യമ മേഖലയെ ആകെ പിടിച്ചെടുത്തിരിക്കുക. മാധ്യമങ്ങൾക്കാകട്ടെ മറ്റു തരത്തിലുള്ള ലാഭം എന്നുള്ളത് പണ്ട് മുതലേ ഒരു ക്യാപിറ്റൽ മാധ്യമത്തിനെ സംബന്ധിച്ചിടത്തോളം ലാഭം തന്നെയാണ് അതിൻ്റേത്. പക്ഷേ എന്ന് വെച്ചാൽ അതുണ്ടാക്കുന്ന ഒരുപാട് ഗൂഢാലോചനകൾ ഇത്തരം ശക്തികളുമായിട്ട് സന്ധി ചെയ്യുന്നു വായനക്കാരനറിയാത്ത രീതിയിൽ. പണ്ട് ഞാൻ ഒരു 20 വർഷം മുമ്പ് BRP സാറിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അന്ന് അതിൻ്റെ തലക്കെട്ട് തന്നെ വായനക്കാർ മാധ്യമങ്ങളെ തിരുത്തുന്ന കാലം വരുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല സംഭവിച്ചത്. കാരണം വായനക്കാരനെ വളരെ കൃത്യമായിട്ട് എന്താ പറയുക മൂഢന്മാരാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക്, ഞാൻ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നില്ല, മലയാള മാധ്യമങ്ങൾക്ക് മാറാൻ പറ്റി. കാരണം ഇന്ന് പുറത്ത് കാണുന്ന ഒരു മോടി മാത്രമേ ഉള്ളൂ പത്രങ്ങൾക്ക്. കാരണം വെച്ചാൽ അത് കൊണ്ടുവരേണ്ട രാഷ്ട്രീയം അല്ലെങ്കിൽ അത് നടത്തേണ്ട ഒരുതരം ഒരു വിദ്യാഭ്യാസമുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെയ്യേണ്ട. അതായത് നമ്മൾ വായനക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മാസിൻ്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സാധനങ്ങൾ ഒന്നിച്ച് കൊടുക്കുക എന്നുള്ളതല്ല ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം. അതെന്ന് വെച്ചാൽ നമ്മൾ അല്ലാത്ത ചില മൂല്യങ്ങളുണ്ട് എന്നുള്ളതും പ്രക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമായിട്ട് നിൽക്കാൻ പറ്റുന്നിടത്തോളം മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. ഇന്ന് അല്ലാതെ എന്താ വെച്ചാൽ നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു, വായിക്കുന്നു എന്നുള്ള ഒരു സംഗതി മാത്രമേ മാധ്യമങ്ങൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അതായത് മാധ്യമങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവും എന്നുള്ള ഒരു വസ്തുത അവർ തിരിച്ചറിയാതെ പോവുകയാണോ? അല്ല, മാധ്യമങ്ങളുടെ നിലനിൽപ്പ് അതുകൊണ്ട് അപകടത്തിലാകുന്നില്ല. കാരണം ഈ ലാഭം എന്നുള്ള ഒരു സാധനത്തിലേക്ക് മാത്രമായിട്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും മാറുമ്പം നിലനിൽപ്പ് അപകടത്തിലാകുന്നില്ല. അത് മാത്രമല്ല, അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. പലതരത്തിൽ ഇലക്ട്രോണിക് മീഡിയയിലേക്ക് മാറുന്നു, കൂടുതൽ ലാഭകരമായ മറ്റ് ഓൺലൈൻ വ്യവസായങ്ങളിലേക്ക് മാറുന്നു. അതായത് ഇതൊരു വ്യവസായ സംരംഭം മാത്രമാക്കി നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ കണ്ടന്റിൽ നിങ്ങൾ പറയുന്ന സെക്യുലറിസത്തിനോ അല്ലെങ്കിൽ നമ്മൾ പോരാടി നേടി എന്ന് പത്രങ്ങൾ തന്നെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കോ കൂടുതൽ അവസരങ്ങൾ കൊടുക്കണമോ അല്ലെങ്കിൽ അതൊരു ഒരു പത്ര വായനക്കാരനുള്ള പാഠ്യവസ്തു ആക്കണമോ എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. അത് മലയാളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അതേ ഒരു നിലപാടെടുത്തുണ്ട്. കൃത്യമായി 15 മിനിറ്റ് ഓഡിയൻസിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ വിശദമായ അഭിപ്രായ പ്രകടനങ്ങൾക്കോ സ്റ്റേറ്റ്മെൻറ്റുകൾക്കോ ഒന്നുമുള്ള അവസരം ഉണ്ടാവില്ല. ചോദിക്കാനുള്ളത് ഇതുപോലുള്ള 4 പേരെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ
ആൾക്കൂട്ടത്തിൻ്റെ ഇരകൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-12 മാസമായിട്ടുള്ള ആൾക്കൂട്ടത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? അവര് ആദിവാസിയാണ്. ഒന്ന്, മധുവിനെ അടിക്കപ്പെട്ടത്. പിന്നെ മറുനാടൻ പ്രവാസികളായിട്ടുള്ള മറുനാടൻ വർക്കേഴ്സ്. ഇവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇരകൾ. അപ്പൊ ഇവിടെ ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു വാട്ട് മാധവൻ സെഡ്. മാധവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇത് ഒരു അക്രമാസക്തമായിട്ടുള്ള നമ്മുടെ കലുഷമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. സിവിൽ സൊസൈറ്റി അക്രമാസക്തമാകുന്ന ഒരു കാലമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിവിൽ സൊസൈറ്റി അക്രമാസക്തമാകുന്നത് ആരുടെ മീതെയാണ്? ഒന്ന്, ആദിവാസി. 2, മറുനാടൻ വർക്കേഴ്സ്, പ്രവർത്തകർ. അപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പങ്ക് കുറവാണ് ആക്ച്വലി. ഇപ്പം മധുവിനെ അടിക്കപ്പെട്ടതോ മറുനാടൻ വർക്കേഴ്സിനെ അടിക്കപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് ആക്ച്വലി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇരകൾ ആരാണ് എന്നുള്ള ആദ്യത്തെ ചോദ്യം വെച്ച് നോക്കുമ്പോൾ ആദിവാസിയും മറുനാടൻ വർക്കേഴ്സ്, അവർ മിക്കവാറും ദളിത്സാണ് പലരും, ഇവരാണ് ഇതിൻ്റെ ഇരകൾ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നേ ഇല്ല. ഇതിനോട് ആർക്ക് വേണമെങ്കിൽ മറുപടി പറയാം, പക്ഷെ പ്രധാനമായിട്ട് മാധവനോടാണ്. സബിത, അതിന് ഈ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടെ സ്പ്രെഡ് ഔട്ടാണ്. ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളിത് ടാലി ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ പോലും ദളിതരുടെ കാര്യം, ആദിവാസികളുടെ കാര്യം, ഇതെല്ലാം പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ സദാചാരത്തിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ. അത് മറക്കരുത്. അത് ഈ മലയാളിയുടെ ലൈംഗിക മനോരോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് എന്നും കൂടെ നമ്മൾ ചോദിക്കാനൊരു അവസരമായത്. എങ്ങനെയാണ് മലയാളി ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധപ്പതിച്ച ലൈംഗിക മനഃശാസ്ത്രത്തിൻ്റെ ഉടമകളായി തീർന്ന മലയാളികൾ? ഈ ഒരാണും പെണ്ണും കൂടി വഴിയരികിൽ ഒരിടത്ത് ഇരിക്കുന്ന കണ്ടാൽ, അല്ലെങ്കിൽ ഒരു രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് പോകുന്ന കണ്ടാൽ അവരെ പിടിച്ച് അവരെ മർദ്ദിക്കുക, സാധിക്കുമെങ്കിൽ കൊല്ലുക എന്നുള്ള ഒരു അതിൽ ഉൾപ്പെടുന്നതെല്ലാം, അതിൽ പലതും മതത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിൽ പോലുമല്ല. അത് മതത്തിൻ്റെ പേരിലുള്ള സംശയങ്ങളും, അല്ലെങ്കിൽ ശുദ്ധ അസൂയ. എന്തിനൊരാണും പെണ്ണും ഒന്നിച്ച് നടക്കണോ, എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന അസൂയയോടുകൂടിയുള്ള ഒരു ദ്രവിച്ച ജീർണിച്ച നമ്മളുടെ ലൈംഗിക മനഃശാസ്ത്രമാണ്. അപ്പം ഇതും കൂടി ഇതിൻ്റെ ഭാഗമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ദളിതർക്കും ആദിവാസികൾക്കും ദളിതർക്കും എതിരെയുള്ള ആക്രമണം, ദളിതരെക്കാളേറെ ആദിവാസികൾ ഇത് ഉദാഹരണമായിട്ട് കോട്ടയത്ത് ഈ ഒരു പ്രവാസി വർക്കറെ, ഒരു ബംഗാളി അവൻ അന്ന് വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. കോട്ടയത്ത് നിന്ന് നഗരത്തിന് തൊട്ട് പുറത്തുള്ള അവിടെയായിരുന്നു അവൻ്റെ കൂട്ടുകാർ താമസിച്ചിരുന്നത്. അവിടെ ചെന്ന് അവൻ വന്നതിൻ്റെ ആഘോഷത്തിൽ ഒരു ഡ്രിങ്ക് കഴിച്ചു. എന്നിട്ട് വഴിയിലിറങ്ങി നിന്ന് എന്തോ പാട്ട് പാടുകയോ പ്രസംഗിക്കുകയോ വേണ്ടി ചെയ്തു. അവനെ തല്ലിക്കൊന്നു കോട്ടയക്കാരൻ. ഇതൊക്കെ നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ലജ്ജിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല തല്ലിക്കൊന്നവർക്ക്. അവർ ജയിലിൽ പോലും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് കോട്ടയത്തെ പ്രധാന പത്രങ്ങളും ഒക്കെ കൂടി അതിനെ നല്ല മനോഹരമായിട്ട് വെള്ള പൂശി അങ്ങോട്ട് മാറ്റിയിരുത്തി. കാരണം മരിച്ചത് ഏതോ ബംഗാളി, നമുക്കെന്ത് ചെയ്യണം എന്നുള്ള. അപ്പം ഇതൊരു നമുക്കുണ്ടായ ഇത് എല്ലാം എനിക്കൊരു സോഷ്യൽ തിയറി ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ബ്രൂട്ടലൈസേഷൻ്റെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എന്നും ആളുകളെ കൊല്ലുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യർക്ക് അത് ഗ്ലാമറൈസ് ചെയ്ത് അതിനെപ്പറ്റി ചിന്തിക്കാൻ പഠിച്ച ആളുകൾക്ക് ഒരു ബംഗാളിയെ തല്ലിക്കൊല്ലുന്ന ഒന്നുമല്ല. മധുവിനെ പോലെയുള്ള അവനെ കുറ്റം ആരോപിച്ച് അവനെ തല്ലിക്കൊല്ലുന്ന ഇറ്റ് ഇസ് നത്തിങ്. ഒരു മനുഷ്യനെ ഈ സ്ഥിതിയിലേക്ക് നമ്മൾ വന്നെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പണ്ടും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും ബ്രാഹ്മണ്യോ അല്ലെങ്കിൽ നമ്മൾ ബ്രാഹ്മണരെ മാത്രം കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. എല്ലാ അപ്പർ കാസ്റ്റുകളും അതിൻ്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊല നടന്നിട്ടുണ്ട്. പക്ഷെ ഈ തരത്തിൽ ഈ ജനകീയ സ്വഭാവമുള്ള കൊലകൾ, ഒന്ന് സദാചാരം, ഇതുപോലെയുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ പാവം പിടിച്ചവരെ തല്ലിക്കൊല്ലുന്നത് എന്ന് ഓർക്കണം.
നമ്മൾ എവിടെയൊക്കെയോ പോയി സുഖമായിട്ട് പണം ഉണ്ടാക്കി അവിടെ ജീവിക്കുന്നു, ഇങ്ങോട്ട് പൈസ അയക്കുന്നു, ഇവിടെ കെട്ടിടം പണിയുന്നു, കാറ് മേടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഈ പാവങ്ങളെ തല്ലിക്കൊള്ളുന്നു. ഇതൊരു നമുക്കുണ്ടായ അധപ്പതനങ്ങളുടെ ഒരു വലിയ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ. ഈ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ആൾക്കൂട്ട അതിക്രമം പുതിയതല്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവരും സാമാന്യമായി യോജിക്കുന്നുണ്ട്. അതിൽ വന്നൊരു പുതിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിൽ വന്ന വർഗീയമായ ആൾക്കൂട്ടമാണ്. അത് വേണ്ടത്ര ചർച്ച ചെയ്തെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ആ വർഗീയമായ ആൾക്കൂട്ടം കേരള സമൂഹത്തിൽ ഇതുപോലെ പ്രവർത്തിക്കുമെന്ന് തിരിച്ചറിയായ്മ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതാണ് നമ്മളെ ഈ കുഴപ്പത്തിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഈ നവോത്ഥാനത്തെക്കുറിച്ച്, നവോത്ഥാനത്തിൻ്റെ ഭാവി നമുക്ക് വീണ്ടും എടുക്കേണ്ടി വരും എന്ന ഒരു ധാരണ പോലും ഇല്ലാതെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ജനാധിപത്യ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും ഇടതുപക്ഷവും മുന്നേറിയത്. അവർ നമ്മുടെ സമൂഹത്തിലെ ആ വളർന്നു വരുന്ന പുതിയ വർഗീയ ആൾക്കൂട്ടത്തെ ഉൾക്കാഴ്ചയോടെ കാണാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ പ്രധാന പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? NS മാധവനോട്. ഞാൻ ഈ നവോത്ഥാന നരേറ്റീവിൽ, ആഖ്യാനത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. കേരളത്തിൽ വർഗീയ ശക്തികൾ, പ്രത്യേകിച്ച് ഹിന്ദുത്വ ശക്തി വളരാത്തതിൻ്റെ പ്രധാന കാരണം കേരളത്തിൻ്റെ ജനസംഖ്യയാണ്. ഇതിൽ 55% ഹിന്ദു ഉള്ളൂ. ഈ ഹിന്ദു തന്നെ ഇന്ത്യയുടെ എല്ലായിടത്തും എന്ന പോലെ ജാതികളാൽ വേർതിരിക്കപ്പെട്ടതാണ്. ഈ ഒരു ഡെമോഗ്രാഫിക്, ഈ ജനസംഖ്യാപരമായിട്ടുള്ള ബെനിഫിറ്റിൻ്റെ മുകളിലാണ് കേരളം നിലനിൽക്കുന്നത്. ഇത് തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു അപരനെ കണ്ടെത്താൻ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കേരള സമൂഹത്തിൽ 2 അപരന്മാരേ ഉള്ളൂ, മറുനാടൻ മലയാളിയും ആദിവാസിയും. ഇവിടെ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അധികാരം കൈയാളുന്നവരാണ്. ഇത് ഇന്ത്യയിൽ വേറെ ഒരിടത്തുമില്ല. അപ്പം ഇതിനെതിരായിട്ട് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അതെല്ലാം ജാതി നവീകരണ പ്രസ്ഥാനമായിരുന്നു. ഇത് വടക്കേ ഇന്ത്യയിൽ ഹിന്ദുത്വം വളർന്നപ്പോൾ അതിനെതിരായിട്ട് മണ്ഡൽ കക്ഷികൾ ഉപയോഗിച്ച രാഷ്ട്രീയ തന്ത്രമാണ്. ഹിന്ദുത്വത്തെ അതിൻ്റെ ഉള്ളിലെ കോൺട്രഡിക്ഷൻസ്, അതിലെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നേരിടുക. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഒരു വശത്ത് വർഗീയത വളരുമ്പോൾ മറുവശത്ത് ജാതീയതയും വളരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 1-2 ചോദ്യങ്ങൾ കൂടി അവസരമുണ്ട്, വളരെ പെട്ടെന്ന്. ദൃശ്യമാധ്യമങ്ങളിൽ സംഘപരിവാറിന് നൽകപ്പെടുന്ന സ്പേസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൻ്റെ പ്രാതിനിധ്യം അർഹിക്കാത്ത രീതിയിലുള്ള ഒരു സ്പേസാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. സത്യവുമാണത്. പക്ഷെ അതിൻ്റെ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ്, നേരത്തെ BRP ഭാസ്കർ സാറിനോടാണ് ചോദ്യം. സാർ പറഞ്ഞു ജന്മഭൂമിയിൽ എഴുതിയതിനെ പറ്റി. എങ്ങനെയാണ് ജന്മഭൂമി നിൽക്കുന്ന പക്ഷം നമുക്ക് കൃത്യമായിട്ട് അറിയാം, സംഘപരിവാർ പക്ഷമാണ്. ഇന്നത്തെ മാധ്യമങ്ങളിൽ മിക്കവാറും എല്ലാവരും പുലർത്തിപ്പോരുന്ന നയങ്ങൾ എന്താണെന്നും നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് കേരളത്തിലെ എഴുത്തുകാർ അല്ലെങ്കിൽ നിലപാടെടുക്കുന്നവർ ഇത്തരം മാധ്യമങ്ങളെ തുടർന്നും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ മനസ്സിലാക്കാൻ ഇപ്പം ഇത് പറഞ്ഞു നവോത്ഥാന കാലത്ത് ജാതീയമായിട്ടില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ പരിശോധിച്ചിരുന്നാൽ എല്ലാ ജാതി പ്രസ്ഥാനങ്ങൾക്കും എല്ലാ നവീകരണ പ്രസ്ഥാനങ്ങൾക്കും സ്വന്തമായ പത്രങ്ങളുണ്ടായിരുന്നു. അതിൽ കൂടിയാണ് അവരുടെ ആശയങ്ങൾ നൽകുന്നത്. ശ്രീനാരായണീയരുടെ സംഘടനകളുണ്ടായിരുന്നു, അയ്യങ്കാളിക്ക് പത്രമുണ്ടായിരുന്നു, അയ്യങ്കാളിക്ക് പത്രമുണ്ടായിരുന്നു, എല്ലാ ആളുകൾക്കും പത്രമുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലെ പത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ചിരുന്നാൽ കാണാൻ കഴിയുന്നത് ഒന്നും മറ്റൊരു ജാതിക്കെതിരായിട്ട് എഴുതിക്കൊണ്ടുള്ള പത്രങ്ങളായിരുന്നില്ല. കേരളത്തിൽ ഈ പ്രസ്ഥാനം തുടങ്ങിയതെല്ലാം കീഴ്ത്തട്ടിൽ നിന്നുള്ള സമൂഹങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷേ അതൊരു നമ്പൂതിരി വിരുദ്ധ പ്രസ്ഥാനമായിരുന്നില്ല, എങ്ങുമില്ല. എന്ന് മാത്രമല്ല, നമ്പൂതിരിമാർ വൈകി പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അവരുടെ ഉണ്ണി നമ്പൂതിരിയിലും മറ്റ് സമുദായങ്ങളിൽ നടക്കുന്ന പരിഷ്കരണ
പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു. അപ്പോൾ അതാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ഞാൻ പറയുന്നതിനെ മറ്റ് പല സ്ഥലങ്ങളിൽ നടന്നതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ നടന്നതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. തമിഴ്നാട്ടിലെ നവീകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായും ആൻറ്റി ബ്രാഹ്മിൻ മൂവ്മെൻ്റ് ആയിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു ആൻറ്റി ബ്രാഹ്മിൻ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ നവീകരണ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് യഥാർത്ഥത്തിൽ ഒരു സ്ട്രീമായിട്ട് വികസിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതെല്ലാം അവസാനിക്കുന്നത്. ആ വികസിക്കുന്ന ഘട്ടത്തിൻ്റെ അവസാനത്തെ രാഷ്ട്രീയ പ്രതിഫലനം എന്ന് പറയുന്നത് 1957 സർക്കാരാണ്. അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാകുന്നത് ആ തരത്തിലുള്ള ഒരു ഏകീകരണം ഉണ്ടായതിൻ്റെ ഫലം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ഞങ്ങൾ അതിലാണ് വിത്തുപാകി. യഥാർത്ഥത്തിൽ അവരാണ് ഗുണഭോക്താക്കൾ. നവീകരണ പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് എന്നെക്കുറിച്ചേ പറയാൻ കഴിയുള്ളൂ. ഞാൻ ഇങ്ങനെയുള്ള ആര് ചോദിച്ചിരുന്നാലും എനിക്ക് പറയാനുള്ളത് പറയും. ആരുടെ വേദിയിൽ പോയും എനിക്ക് പറയാനുള്ളത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഞാൻ അവിടെ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. ജന്മഭൂമി ഇത് ചോദിച്ചു, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് വളരാൻ കഴിയുന്നില്ല? അങ്ങനെ ഒരു ഇത് ഒഴിവാക്കി നിർത്തിക്കൊണ്ടിട്ട് ഉള്ള ഒരു പിന്നെന്ത് സംവാദമാണ്, പിന്നെന്ത് ജനാധിപത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ടിട്ട് മാധ്യമങ്ങൾ അവിടെ പോയി എഴുതുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. എല്ലാ മാധ്യമങ്ങളിലും എഴുതാനുള്ള ഇതുണ്ട്. പഴയ കാലത്ത് ചെയ്തത് മാതിരി ഇതിപ്പോഴും എനിക്ക് തോന്നുന്നത് ഇത്രയധികം ചേരിതിരിവ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കേരള സമൂഹത്തിലുണ്ടായിട്ടും വിദ്വേഷത്തിൻ്റെ അംശം കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വിദ്വേഷം ഇല്ലയെന്നല്ല, തീർച്ചയായിട്ടും വിദ്വേഷം വളർത്തുന്നു, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നും അത് വളരെ ഒരു ചെറിയ അംശത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇല്ല, ഞാൻ ആ ചോദ്യത്തിൽ എഴുത്തുകാരെ പറ്റി പ്രത്യേകം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ അതൊരു വളരെ ഡിഫിക്കൽട്ട് പ്രൊപ്പോസിഷനാണ്. കാരണം നമുക്കിതിനകത്തൊരു താരതമ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. ഇപ്പം ബാബു പറഞ്ഞ പോലെ വിദ്വേഷം എവിടം വരെയാണ്, ഒരു എക്സ്ട്രീം വരെ. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ അച്ചടി പത്രങ്ങൾ അല്ലെങ്കിൽ പ്രമുഖ ചാനലുകൾ അവയ്ക്ക് അവയുടെ പുറംപൂച്ചായിട്ടെങ്കിലും അവയ്ക്കൊരു മതേതര ജനാധിപത്യ ഒരു സ്വഭാവമുണ്ട്. അത് അവരുടെ എഡിറ്റോറിയലുകളിലും അവിടെ ഇവിടെയൊക്കെ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരുടെ ഉള്ളുകള്ളികൾ വേറെയാണെങ്കിലും ഈ സമ്പൂർണമായിട്ട് ഫാഷിസത്തിൻ്റെ വക്താക്കളല്ല അവർ. സമ്പൂർണമായിട്ട് ബാബു പറഞ്ഞ പോലെ വിദ്വേഷത്തിൻ്റെയും ഈ ജാതീയ ഇതിൻ്റെയും വക്താക്കളല്ല. അപ്പം ഇത് നമുക്കപ്പോൾ ഇപ്പം എന്നെ പോലുള്ള എഴുത്തുകാർക്ക് ഇവയെല്ലാം ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നാം ഇരിക്കുന്ന കൊമ്പ് കാരണം നമ്മൾക്കുള്ള പോസിറ്റീവ് മെസ്സേജസിന് പോലും കടന്നു പോകാൻ ഒരിടമില്ലാത്ത രീതിയിൽ നമ്മൾ സ്വയം കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. അത് ഇംപ്രാക്ടിക്കലാണ്, അതിൽ അർത്ഥമില്ല. പക്ഷേ സെൻസർഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ അപ്പോൾ എനിക്ക് തോന്നുന്ന എഴുത്തുകാർക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. ഈ വളരെ നഗ്നമായിട്ട് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പത്രങ്ങളെയും ചാനലുകളിലും നമ്മൾ എഴുതാതിരിക്കുക. അതിൻ്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അത്തരം ഇതിൽ നമ്മൾ ചെയ്യാതിരിക്കുക. ഇപ്പം അത്തരം ഇപ്പോൾ RSSൻ്റെയും BJPയുടെയും ഒരു മാസികയോ വാരികയോ ഏതാണ് കേസരിയുണ്ട്. അപ്പം അതിൻ്റെ മോഡലുകളായി അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരികളൊക്കെ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഫുൾ പേജ് അതിൻ്റെ ഇന്നർ കവറിൽ കേസരിക്ക് വേണ്ടി മോഡൽ ചെയ്ത് എനിക്കത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എഴുത്തുകാരനായി പോയല്ലോ എന്ന് നമ്മൾ ലജ്ജിക്കുന്ന നിമിഷം. അത് വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതെങ്കിലും ചെയ്യാതിരിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി ഒരുപാട് സംവദിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഒരു മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ജനാധിപത്യം അതിൻ്റെ ഏതാണ്ട് അവസാന ശ്വാസത്തിലേക്ക് കടക്കുന്നു എന്ന് ഭയപ്പെടുന്ന തരത്തിൽ സമൂഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം ഇങ്ങനെ എല്ലാ വേദികളിലും നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ആവുന്നതുപോലെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ചർച്ച മുന്നോട്ട് പോയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു.